ഹലോ കൂട്ടുകാരെ, ഇത് സത്യത്തിൽ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ രാവിലെ ഒരു വീഡിയോ എടുക്കാനായിട്ടൊക്കെ നിന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ. ഞാനൊന്ന് എൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. ചായ ഉണ്ടാക്കി, ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ചായ കുടിച്ചത്. അപ്പോൾ പിന്നെ പോയി വന്നിട്ട് ഇനി ഫുഡ് കഴിക്കാമല്ലോ എന്ന് ആലോചിച്ചു. വീട്ടിൽ പോയാൽ അവിടുന്ന് കഴിക്കാനൊന്നും നിൽക്കണില്ല, നേരെ ഇങ്ങോട്ട് പോരും. ഇപ്പോൾ ഇതാ പോയി വന്നു. ഇപ്പോൾ ഇവിടുത്തെ അടുത്ത വീട്ടിലൊരു ചേച്ചി മാങ്ങ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങ ഒന്ന് അച്ചാറിടണം, അതിൻ്റെ പരിപാടിയാണ്. കുറച്ച് കേടുവന്ന മാങ്ങയുണ്ട്, കുറച്ച് നല്ല മാങ്ങയുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതൊക്കെ എടുത്തിട്ടൊന്ന് അച്ചാറിടണം, ആ പരിപാടിയിലാണ്. വീട്ടിൽ നിന്ന് വരുമ്പോൾ ചക്ക ഇട്ടോ കിട്ടിയത്, മാങ്ങ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ കുറച്ച് മുളക് ചതച്ച് വെച്ചതും അതുപോലെ പച്ചക്കടുക് ചതച്ച് വെച്ചത്, ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതും ഒക്കെ ഉണ്ട്. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടായ ശേഷം നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ പൊടികൾ അങ്ങോട്ട് ഡയറക്റ്റ് കൊട്ടുകയാണ് ചെയ്യുന്നത്. കൊട്ടിയിട്ട് എന്താ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എൻ്റെ മോളാണ് വീഡിയോ എടുത്തത്. ആ കൊട്ടുന്ന ഭാഗമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ ഇളക്കി നല്ലോണം ഇളക്കി. പിന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൽ ചതച്ച് വെച്ച മുളക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു പച്ചക്കടുകിൻ്റെ വല്ലാത്തൊരു കുത്തണ സ്മെല്ലൊന്ന് കുറയും വേണം, എന്നാൽ ആ ഒരു ഇത് വേണേനി, ഫ്ലേവർ വേണേനി. അതുകൊണ്ട് ചൂടാക്കാൻ പാടില്ല. അതുപോലെ മുളക് പൊടിയൊന്നും കരിയാനേ പാടില്ല. പിന്നെ അച്ചാറുകൾക്ക് ഞാൻ പരമാവധി നമ്മുടെ കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കാറ്. മാക്സിമം ഞാൻ കറികളിലൊക്കെ കല്ലുപ്പാണ് എടുത്തിടാറ്. കയ്യും കൊണ്ട് വാരിയിടുക, നമുക്കൊരു കൈക്കണക്കാണ്, അല്ലാതെ സ്പൂണും കൊണ്ടൊന്നും അളന്നിടാറില്ല. പരമാവധി എല്ലാ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, സാധാരണ വീട്ടമ്മമാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്, കല്ലുപ്പ് യൂസ് ചെയ്യുന്നവരൊക്കെ. പിന്നെന്താണ്, അപ്പോൾ നല്ലോണം ഒന്ന് വറവായതിന് ശേഷം നമുക്കിതിൽ മാങ്ങയിട്ട് ഇളക്കുക കേട്ടോ. അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ തീയൊക്കെ എപ്പോഴോ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ചൂടിൽ ചെറുതായി ഒന്ന് വഴറ്റിയിട്ടിട്ടേ ഉള്ളൂ. മാങ്ങ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുപ്പിയിൽ അങ്ങോട്ട് ഇട്ട് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു അച്ചാർ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പല യൂട്യൂബ് ചാനലുകളിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ മാങ്ങ ചെത്തിയിട്ട് അച്ചാർ ഇടുന്നത്, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. അപ്പോൾ അതൊന്ന് സെറ്റായതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഈ ഒരു അച്ചാറിൽ ഞാൻ കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടു പോയതാണ്, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ മാങ്ങയിട്ട് ഇളക്കിയത്. പിന്നെ അത് മാങ്ങയൊക്കെ കുപ്പിയിലാക്കിയതിന് ശേഷം കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, മാന്തൾ, അതും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു രാത്രിക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോൾ നല്ലൊരു പാട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം.